First one exam, physics exam questions. Also for entrance from mechanics. From first one, a student wants to determine the coefficient of static friction, the coefficients of static friction and kinetic friction between a box and a plank. He places the box on the plank and gradually raises one end of the plank. When the angle from the horizontal reaches 30 degree, the box starts to slip and moves 4 meters down the plank in 4 seconds. Find the values of the friction coefficients obtained by the student. ഇത് പ്ലാങ്ക് ബോക്സ് ഇത് 30 ഡിഗ്രി പ്ലാങ്ക് ചരിച്ചു വെക്കുമ്പോൾ ഇത് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ µs ഈക്വൽസ് tan തീറ്റ. ഹിയർ ഇറ്റ് ഈസ് തീറ്റ ഈസ് 30 ഡിഗ്രി, അപ്പോൾ tan 30 വിച്ച് ഈസ് 0.58. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടി. ഇനി ഇത് ആദ്യ 4 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. S ഈക്വൽസ് ut plus half at square. That is S4 equals 0 into initial velocity 0. Starting from സ്ലിപ്പ് തുടങ്ങി ഫ്രിക്ഷൻ കൊണ്ട് റസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ u0 into t 4 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു t സ്ക്വയർ 4 സ്ക്വയർ. ഇവിടെ നേരെ കിട്ടും 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ ഡയറക്ഷനിൽ 2 ഫോഴ്സാണ് ഉള്ളത്. ഒന്ന് വെയ്റ്റിൻ്റെ സൈൻ കമ്പോണൻറ്റ്. ഓർത്തോണം എപ്പോഴും ഇൻക്ലൈൻഡ് സർഫസിൽ കൂടെയുള്ള വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് സൈന്, ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് കോസ്. അപ്പോൾ ഇത് mg സൈൻ തീറ്റ, ഇത് mg കോസ് തീറ്റ, ഇത് നോർമൽ റിയാക്ഷൻ ഫ്രം ദി പ്ലെയിൻ. ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. Rn മസ്റ്റ് ബി ഈക്വൽ ടു mg കോസ് തീറ്റ. ഇത് ഫ്രിക്ഷൻ, കാരണം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് ഡൗൺ ദി പ്ലെയിൻ, ഇങ്ങോട്ടുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷൻ, mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് റിസൾട്ടൻ്റ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ma. അപ്പോൾ mg സൈൻ തീറ്റ മൈനസ് കൈനറ്റിക് ഫ്രിക്ഷനാണ് ഇവിടെ വരുന്നത്. മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൈനറ്റിക് ഫ്രിക്ഷനാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ μk ഇൻറ്റു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ Rn അത് മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു mg കോസ് തീറ്റ. അപ്പോൾ μk ഇൻറ്റു mg കോസ് 30 ഈക്വൽസ് m ഇൻറ്റു a. a ഈസ് 0.5 എന്നിപ്പോൾ കിട്ടി. ഇതിൽ എല്ലാം ക്യാൻസൽ ചെയ്യും. ഇവിടെ നിന്ന് എന്നിട്ട് μk സോൾവ് ചെയ്തെടുക്കാം. ആൻസർ ഈസ് 0.52. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.58, കൈനറ്റിക് ഫ്രിക്ഷൻ 0.52. μk ഈസ് ഓൾവേസ് ലെസ് ദാൻ µs എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്ത എ 10 kilogram ബ്ലോക്ക് ക്യാപിറ്റൽ A is attached to 2 springs as shown in the figure. Another 1 kilogram body B is suspended from A by a light string. The string is cut to release B. Find the initial acceleration of the block A. If the block moves up through a vertical distance of 10 centimeter, find the initial kinetic energy of the block A.
ഇവിടെ 2 സ്പ്രിങ്ങിൽ നിന്നും എ 10 കിലോഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത് തൂക്കിയിട്ടിരിക്കുക. അതിൽ നിന്നും 1 കിലോഗ്രാമിൻ്റെ ബി മറ്റൊരു ബ്ലോക്ക് ബി ഒരു സ്ട്രിങ്ങിൽ നിന്ന് ലൈറ്റ് സ്ട്രിങ്ങിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ സ്ട്രിങ് അങ്ങ് കട്ട് ചെയ്താൽ എത്ര ആക്സിലറേഷനോട് കൂടി ഇത് മൂവ് ചെയ്യുമെന്ന എ ബ്ലോക്ക്. നേരത്തെ ഞാൻ പല പോസ്റ്റിങ്സിൽ അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോഴ്സ് പിൻവലിച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സാണ് റിസൾട്ടൻ്റായിട്ട് ആ സിസ്റ്റത്തിൽ വരുന്നത്. അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്, ഈ 2 ഫോഴ്സും ഇതും കൂടെ ചേർന്നിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. ഇത് രണ്ടിൻ്റെയും ഇക്വിലിബ്രാൻഡാണ് ഈ ബി ബ്ലോക്കിൻ്റെ വെയിറ്റ്. ഇക്വിലിബ്രാൻഡും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻറ്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതങ്ങ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റാണ്. ആ റിസൾട്ടൻ്റ് ഈക്വിലിബ്രാൻഡിന് ഈക്വലാണ് മാഗ്നിറ്റ്യൂഡിൽ. അപ്പോൾ ഫോഴ്സ് ഓൺ 10 കിലോഗ്രാം എഫ് ഈക്വൽസ് ഇതിൻ്റെ വെയിറ്റ് WB ഈക്വൽസ് MB ഇൻറ്റു G ഈക്വൽസ് MB 1 കിലോഗ്രാം ഇൻറ്റു 9.8, ദറ്റ് ഈസ് 9.8 ന്യൂട്ടൺ. എങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് എ ഈക്വൽസ് F/ma ഈക്വൽസ് 9.8 by 10 ഈക്വൽസ് 0.98 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ചോദിച്ചിരിക്കുന്നത് ഇത് മുകളിലോട്ട് കുതിച്ച് ചാടുമ്പോൾ എത്ര കൈനറ്റിക് എനർജി, ആ ഇനിഷ്യൽ കൈനറ്റിക് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ മതി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ആ സമയത്തെ പൊട്ടൻഷ്യൽ എനർജി മസ്റ്റ് ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ആ സമയത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആ സ്ട്രിങ് കട്ട് ചെയ്യുന്ന മോമെൻറ്റിൽ KI എന്നിരിക്കട്ടെ, പ്ലസ് അപ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുക്കുക, ഈക്വൽസ് H ഹൈറ്റ് ചെല്ലുമ്പോൾ ബ്ലോക്ക് അങ്ങ് നിൽക്കും, ബി ബ്ലോക്ക് എ ബ്ലോക്ക്. അപ്പോൾ 0 പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് H ഹൈറ്റ് ചെല്ലുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി MA ഇൻറ്റു GH MGH ഓർ KI ഈക്വൽസ് 10 ഇൻറ്റു 9.8 ഇൻറ്റു H 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10/100. ആൻസർ ഈസ് 9.8 joule. Another one. What is the smallest radius of a circle at which a cyclist can travel if his speed is 15 meter per second and the coefficient of static friction between the tires and the road is 0.4. This is question A part. B. Under these conditions, what is the largest angle of inclination to the vertical at which the cyclist can ride without falling? Take G equals 10 meter per second square. നമുക്കറിയാം വളവ് തിരിയുമ്പോൾ സൈക്കിള് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് കിട്ടുന്നത് ഫ്രിക്ഷനാണ്. ഈ ഫ്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വഴി തെറ്റിപ്പോവും. റേഡിയസിൻ്റെ ഡയറക്ഷൻ, വളവിൻ്റെ റേഡിയസിൻ്റെ ഡയറക്ഷനിൽ വളവിൻ്റെ സെൻറ്ററിൽ നിന്ന് അകലേക്ക് ഇത് സ്കിഡ് ചെയ്ത് പോകും. അങ്ങനെ പോകാതെ പിടിച്ചു നിർത്തുന്നത് ഈ ഫ്രിക്ഷനാണ്. അപ്പോൾ അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് വരുന്നത്. കാരണം റേഡിയസിൻ്റെ ഡയറക്ഷനിൽ ഇത് സ്കിഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഇത് മുന്നോട്ട് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് സ്റ്റാറ്റിക് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ or mv²/r equals μs into mg, from which radius of the circular path r equals, ഇവിടെ നിന്ന് r equals mv ക്യാൻസൽ ചെയ്യും, v²/μs into g. v 15 തന്നിട്ടുണ്ട്. അപ്പോൾ 15² μs 0.4 into g 10. Answer is 56.25 meter. This is the largest radius of the circular path. ഇനി ഈ സൈക്ലിസ്റ്റ് ഒന്ന് വെർട്ടിക്കൽ എന്നൊന്ന് ചരിയും. എത്ര ആംഗിൾ കണ്ട് ചരിയുമെന്ന് വെച്ചിരിക്കുന്നത് ഈ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ടാൻ തീറ്റ ഈക്വൽസ് v²/rg.
that is 15 square by r ഇവിടെ radius of the path 56.25 into g10. Answer is 0.4, or theta is tan inverse 0.4. പഴയ പോസ്റ്റിങ്സ് ധാരാളം ഞാൻ പല സ്റ്റാൻഡേർഡിൽ ഉള്ള ചോദ്യങ്ങൾ തിയറട്ടിക്കൽ പാർട്ടും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റും ഒക്കെ അത് കാണാൻ ശ്രമിക്കുക. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം തൊട്ട് ഒക്കെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.